ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങളെ മുന്നിൽ ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഹോസ്പിറ്റൽ ബ്ലോഗായിട്ട്. മിന്നൂനാണ് കേട്ടോ. മിന്നൂന് കുറേ ദിവസമായി അങ്ങനെ ചെയ്വേദനയായിട്ട്. അപ്പോൾ അവൾ പ്രഗ്നൻസിയും കൂടിയല്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് നിന്നതാണ്. നമുക്ക് പാടിപ്പോൾ ശരിക്കും പഴുപ്പൊക്കെ കഴിക്കുന്നു. അങ്ങനെ കൊണ്ട് കാണിക്കാം. അപ്പോൾ ഡോക്ടർ അത് കാണിക്കാൻ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുകയാണ്. ഇതുവരെയും പോകാഞ്ഞത് മഴ ആയ കാരണം അത് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല, ഞങ്ങളെ കൊണ്ടുപോകാനും ആകില്ല. അപ്പോൾ എല്ലാവരും രാവിലെ പോകും. മുത്താണെങ്കിൽ ക്ലാസ് പോകും, അബ്ദാദാണെങ്കിൽ പഠിക്ക് പോകും, ചെറുപ്പും പണ്ട് ജോലിക്ക് പോകും. അപ്പം അങ്ങനെ പോകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും ഞങ്ങൾക്ക് ഒരുപാട് ഇതിന് ആയില്ലേ. ഞങ്ങളെ അതൊക്കെ തന്നെ ഞങ്ങൾക്ക് തന്നെ സ്വയം പോകായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകും, എന്നാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. കുറേ ഉള്ളോട്ടായ കാരണം അപ്പോൾ ഞങ്ങളിതാ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മാറ്റിയിരിക്കുകയാണ്. ഇന്ന് മാറ്റുന്നുണ്ട്, ഞാൻ മാറ്റി വെക്കുക. അപ്പോൾ ഞങ്ങളിന്നൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, പോകാൻ ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ കാണിച്ചൊക്കെ വന്ന് ഡോക്ടറൊക്കെ കാണിച്ചു. അപ്പോൾ ചെവി ഒന്നും കൂടി കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെവിയിലെന്താ ഇത്തിരി പഴുപ്പൊക്കെ ഉണ്ട്, നമ്മൾ വെച്ചിരുന്നു. അപ്പോൾ അത് കാരണം ചെവിയിൽ ഇത്തിരി പഴുപ്പുണ്ട് കാരണം അപ്പോൾ നീ ഒന്നും കൂടി വരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയം കൊണ്ട് കുറച്ച് നേരം ബീച്ചിൽ കാരണം ഞങ്ങൾ കൊണ്ടുപോകാൻ ആരെങ്കിലും വേണം. സ്റ്റെപ്പ് വന്ന് ഞങ്ങളിവിടെ ഡോക്ടർ എടുത്ത് ഇറക്കിയിട്ട് പോയതാണ്. അപ്പൊ ഇനി അവര് വരണമെങ്കിൽ 5:30 ഉണ്ടാവും. അതുവരെ ഞങ്ങൾ വെയിറ്റിംഗ്. അപ്പൊ അതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കുക, ബീച്ചിൽ ഇരിക്കുകയാണ്. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. ബീച്ചിന്റെ കാഴ്ച കാണിച്ചിട്ടുണ്ടാവും, പറ്റാവുന്ന കാഴ്ച നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ മഴ ആയതൊന്നും ഒരു വിഷയമില്ല. മഴ ആയാലും എന്താ ബീച്ചിലൊക്കെ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇടയ്ക്കൊരു മഴ ചെയ്തപ്പോ എല്ലാവരും പോയി, തിരിച്ച ആൾക്കാർ വന്നിട്ടില്ല. പിന്നെ എന്താ വെച്ചാല് ഞങ്ങള് പിന്നെ ചോറ് കഴിക്കാനൊക്കെ വന്നത്, ഭക്ഷണമൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതൊന്നും ഞങ്ങള് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ 9 മണിക്ക് വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. അപ്പൊ എന്താ പറയാ, രാവിലത്തെ ചായ കുടിച്ചിട്ട് അവിടുന്ന് വന്നതാണ്. പിന്നെ ഉച്ചക്കത്തുള്ള ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ വന്നത്. കാരണം ഇവിടുത്തെ ഗർഭിണിയല്ല, ഞങ്ങൾ പുറത്തൊന്നും കഴിക്കലില്ല. അതെ, അപ്പൊ അത് കാരണം ഞങ്ങൾ വണ്ടിയിൽ ഭക്ഷണമൊക്കെ വെച്ചിട്ട് അപ്പൊ ഭക്ഷണം കഴിക്കണം കാണിച്ചു തരാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ നല്ല ഭയങ്കര വിഷമം വരുന്നുണ്ടോ. കാരണം ഞാനത് രാവിലെ തിന്നതാണ് ഫുഡ്. ഇവിടെ രാത്രി ഫുഡ് സോറി തെറ്റി പോയിട്ടാണ്. ഇവിടെ രാവിലെ ഫുഡ് ഇവിടെ കഴിച്ചിട്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ട് ചായ കുടിച്ച് വന്നതാണ്. നേരെ തൊഴിൽ കുടിച്ചിട്ട് വന്നതാണ്. അപ്പൊ നോക്കുമ്പോ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് എല്ലാ ഇതും ചെയ്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര വിഷമിച്ച കണ്ണൊന്നും കാണില്ല. ഞങ്ങൾ എന്ത് ചെയ്ത് ഭക്ഷണം വേഗം ഒന്നും നോക്കി ഞങ്ങൾ വേഗം ഉണ്ടാകുമ്പോൾ ഭക്ഷണം വേഗം കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അപ്പൊ ഇടയ്ക്കൊരു മഴ പെയ്ത് ഞങ്ങൾ കാണാം. അപ്പൊ ഞങ്ങള് മഴ ഇതൊക്കെ വണ്ടിയിൽ തന്നെ ഇരുന്ന് മഴ ഒന്ന് ചോർന്നപ്പോ ഇങ്ങനെ ഇറങ്ങിയതാണ്. തിരക്കാനായി ഇതിലാണ് ഒരാളുണ്ട്. നല്ല കാറ്റ് എന്നുവെച്ചാല് ഒന്നും പറയാൻ രണ്ട് അടിപൊളി കാറ്റ്, നല്ല കാറ്റ്. മഴ ഏകദേശം ഇപ്പൊ വരാൻ കഴിയില്ല, അറിയില്ല. ഓടാളാ ഞങ്ങൾക്ക് നമുക്ക് പേടിയില്ല, കാരണം വണ്ടി വെള്ളത്തിനെ കൊണ്ട് മാഷാള്ള കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മഴ എന്നിട്ട് വേഗം ഇവളാണ് ഇവിടെ ഞാൻ പോയി എത്തുമ്പോഴത്തേന്. അപ്പൊ ഞങ്ങൾ ലോങ് ഒന്നും പോണില്ല, ലോങ്ങൊന്നും ഞങ്ങൾ പോണില്ല, വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. കാരണം ഇവളങ്ങനെ എത്തുമ്പോഴത്തേന് ഒരുപാട് നേരമാവില്ല. അപ്പൊ 8 വർഷത്ത് മാത്രമേ ഞങ്ങൾ നിൽക്കണുള്ളൂ കേട്ടോ. അപ്പൊ നല്ല ആളുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ കൊണ്ടൊക്കെ ഉള്ളത് നമ്മളിതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പുറത്തുണ്ട് ആൾക്ക് നമുക്കവിടെ പോവാനുള്ള ഇതില്ല, മഴ ആയിട്ട്. അതെ, കുറച്ച് വിഷയങ്ങളൊക്കെ നമ്മളിതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഏകദേശമൊക്കെ നമ്മൾ ഇവിടെ ബീച്ചിൽ വരുന്നതും എന്താണ് എന്നുള്ളത്, എന്താണ് ആൾക്കാർ ആസ്വദിക്കുന്നത് എന്നുള്ളതൊക്കെ ഞങ്ങൾ ഇതൊക്കെ കാണിച്ചു തരാം. അങ്ങനെ വരും. ഈ നമ്മൾ വെള്ളം കണ്ടപ്പോ എനിക്ക് അതിൽ ഇറങ്ങണം എന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഇറങ്ങണില്ല, ഞാനൊന്ന് അതിലൊന്ന് ഇറങ്ങിയിട്ട് വരാം. പോയൊക്കെ വരും. നല്ല വെള്ളമാണ്, നല്ലോട്ട് വരുന്നുണ്ടാവും. വെള്ളത്തിൽ പോകും. അപ്പോൾ പിന്നൊക്കെ പോകണം, പിന്നെ നമ്മൾ വെള്ളത്തിൽ പോകണമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഓക്കെ, അപ്പം നമ്മുടെ പിന്നെ പോകുന്നുണ്ട്. പേടിച്ചിട്ടാണ് പോണത്. കുറെ അങ്ങോട്ട് പോകണ്ട, മനസ്സിലാ.
ഒരു കഞ്ഞാവിന്റെ ചിന്തയൊക്കെ തിരിക്കുന്നുണ്ട് ഞങ്ങള്. ഒരുപാട് ആൾക്കാർ പോയെ. അപ്പൊ അവിടേക്ക് വരാനൊന്നും തോന്നുന്നില്ല കേട്ടോ ഗായ്സ്. വൈകി കുത്തി വരികയാണ്. അപ്പൊ എങ്ങനെയുണ്ട് വെള്ളത്തിൽ പോയിട്ട്? നല്ല രസം, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, കൂട്ടിയിട്ട് ഓവർ പൊടിയാ. അപ്പൊ അവിടെ ഓവർ പോണില്ല. അപ്പൊ നമ്മള് വേറെ സ്ഥലത്തേക്ക് പോവാം. അതെ, ഞാൻ അടുത്ത് പോകാം. ഞങ്ങൾ കാലി കഴുകാറ്. ഞങ്ങൾ ചെരുപ്പൊക്കെ മണ്ണിൽ മുങ്ങിയിരിക്കണം. അപ്പൊ ഞങ്ങൾ ചെരുപ്പൊക്കെ കഴുകാറില്ല. വളരെ വെള്ളപ്പെട്ടില്ല. അടിപൊളി തരാം, അടിപൊളി. ചെരുപ്പ് മണ്ണാവില്ല, മണ്ണിലൊക്കെ കാണാനേ ഒക്കെ നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളായിട്ട് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോകും. ഇനി നമ്മൾ അവിടെ ഒക്കെ പോയോ? നല്ല പാറിന് പൊടി കാട്ടി പേടിയാണ്. കാറ്റ് മഴയൊക്കെ വരുന്നത്. ചാറുണ്ട് ചെറുതായിട്ട് മഴ. നല്ല മഴക്കാറും ഉണ്ട്. എന്താ പറയാ, ഞങ്ങൾ പ്രശ്നമാണ്. അപ്പൊ ഞങ്ങൾ പള്ളിയിലൊക്കെ പോവുകയാണ്. അപ്പൊ അവിടത്തൊക്കെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിരുന്നു. നമ്മൾ പറ്റുകയാണെങ്കിൽ മഴ പെയ്ത് ചോരയാണെങ്കിൽ നമ്മൾ കാണിച്ചു തരും. അതെ, അവിടെ കുറെ ദൂരെ പണിയാണ്. അങ്ങോട്ട് പോയാൽ നാട്ടിൽ പറഞ്ഞില്ല, ഇവിടേക്ക് നടക്കാൻ പറ്റില്ല. അവിടെ വരുമ്പത്തി മഴ അങ്ങോട്ട് പോവാലോ. ഇവിടെ നിന്നാവുമ്പോ നമ്മളെ ബീച്ചിലുള്ള സ്റ്റേഡിയമാണ്. ന്യൂ ഇയറിനൊക്കെ ഞങ്ങൾ ഇവിടെയാണ് വരിക. ഞങ്ങൾ കൊല്ലം ന്യൂ ഇയർ ആഘോഷിക്കാൻ ഞങ്ങൾ ഇവിടെ വരുന്നത്. 1 മണി 12 മണി കഴിഞ്ഞ് 1 മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകല്. അങ്ങനെയൊക്കെയാണ്. മഴ ചാറുണ്ട്. കണ്ടില്ല, ഈ സ്റ്റേഡിയം കണ്ടില്ല. അപ്പൊ കാണാത്തവർക്ക് കാണാനാണ് ഇപ്പൊ അവിടെ കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം ഇങ്ങോട്ട് പറയാന്ന് വെച്ചാല്, ഈ ബീച്ച് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. നിങ്ങൾ എത്ര ആൾക്കാർ കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോഴത്തെ ബീച്ചാണ് ഇത് കണ്ടിട്ട്. ഒരുപാട് മാറ്റം എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ദിവസം അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്തിരുന്നത് എല്ലാവരും. ഇപ്പൊ അതിനൊക്കെ ഒരു സ്ഥലം ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടുന്നാണ് എല്ലാവരും വാങ്ങി കഴിക്കണം. എല്ലാത്തിനൊരു എന്താ പറയാ, അടുത്തും ചുറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ കോഴിക്കോട് കാണാത്തവരെ എല്ലാവരും ഇവിടെ വരിക, ബീച്ചിൽ വരണം, കാണണം. ഇവിടെ വന്നാൽ തന്നെ വേറെ തന്നെ ഒരു വൈബാണ്. കോഴിക്കോട് വന്നാൽ ബീച്ച് കാണണം. അതെ, കോഴിക്കോട് വന്ന് പോകാൻ തന്നെ നമുക്ക് തോന്നൂല. അടിപൊളി വൈബാണ്. പക്ഷെ മയത്താര വരുന്നത് ഫുള്ള് കാണാൻ കഴിയില്ല. ടെൻഷനും കാര്യം രോഗം എന്തുണ്ടെങ്കിലും ഇവിടെ വന്നാൽ നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമേ നമുക്കുണ്ട്. നമുക്ക് എന്താ പറയാ, ഈ ക്യാൻസർ പേഷ്യന്റുമാർക്കൊക്കെ ഇവിടെ മക്കൾ ഓരോ അസുഖക്കാരുണ്ടാവില്ല. അവർക്കൊക്കെ ഇവിടെ വന്ന് ഇവിടെ കണ്ട് ഇവിടെ ആസ്വദിച്ച് പോകുന്നത് ഏറ്റവും നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. മനസ്സിലുണ്ടോ? അതെ, നമുക്ക് എത്ര നമ്മളിവിടെ കണ്ടാലും നമുക്ക് മതി വരാത്തൊരു സ്ഥലമാണ് കോഴിക്കോട്. അതെ, അപ്പൊ എല്ലാവരും കോഴിക്കോട് വരിക, ബീച്ചിൽ വന്നിട്ട് ആസ്വദിക്കുക. അതിമനോഹരമായ കാഴ്ചകളാണ് കണ്ടില്ലേ. വേണ്ട, നമുക്ക് സാമ്പാറാണ് തന്നെ നമുക്ക് ഹാപ്പി ആയില്ലേ. അപ്പോൾ എൻ്റെ കാര്യം എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം എത്ര 30 കൊല്ലമായി, 32 കൊല്ലമായി. അന്ന് മുതൽ ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. പറയാൻ പറ്റാത്തൊരു സംഭവം. അതിപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയി അത് ആസ്വദിച്ച് പോകുന്നുണ്ട്. ഇത് വരെയും നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ആസ്വദിച്ച് പോകുന്നത് അങ്ങനെ തന്നെ ആവുന്നത്. അപ്പൊ ഇനി ഞാൻ പറയുന്നത് എല്ലാവരും ഇവിടെ വരിക, കോഴിക്കോട് ബീച്ചിൽ വരിക, ആസ്വദിക്കുക, പോവുക. ഇവിടെ വന്ന് മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് ഓക്കെ. ഇനി നമ്മൾ കാണിച്ചു തരാം. അടുത്ത ഇത് നമ്മൾ കാണിച്ചു കേട്ടോ. മഴ കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് ബീച്ചൊക്കെ മാറില്ല. കണ്ടില്ല, ബീച്ചില് അടിപൊളിയില്ലേ. ഒരുപാട് സമയമായിട്ടുണ്ട്. നമുക്ക് നമ്മളെ ചെപ്പ് തേടി വന്നിട്ടില്ല, വരാനൊക്കെ ആയി തുടങ്ങി ഏകദേശം. അപ്പൊ ഒരുപാട് നേരം വൈകി. അപ്പോൾ വീട്ടി ഭാഗമൊക്കെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇനിയാണ് അടിപൊളിയില്ലേ. ഇനി ഇങ്ങനെ ലൈറ്റൊക്കെ കത്തുമ്പോൾ നല്ല അടിപൊളിയാണ് ലൈറ്റൊക്കെ ഇടുമ്പോൾ. അപ്പൊ ഞങ്ങളിത് അവിടെ ഇങ്ങനെ ചെപ്പൂനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ കാറിന്ന് ഇപ്പൊ ഇറങ്ങി. അപ്പൊ നല്ലൊരു മഴ പെയ്തു അതിന്റെ ഇടയിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ടിരുന്നു. പിന്നെ എന്താ പറയാ, ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ചും കൂടി ഞങ്ങൾ ഇവിടെ ഇരിക്കും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ നണ്ണും. എന്നിട്ട് ഞങ്ങൾ പോകും. നണ്ണും ഇതൊക്കെയാണ് ഞങ്ങളെ വിശേഷം. ഇന്നത്തെ വിശേഷം അതാണ്. അതെ, അപ്പോ
ഞങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ അത് കാണിച്ചു തരാനൊക്കെ വിചാരിച്ചു. അപ്പോൾ മഴ നമ്മളെ പറ്റിച്ചു. അതുകൊണ്ട് എന്താണ് പറഞ്ഞത്, മയത്താരും ബീച്ചിലോട്ട് വരരുത്, മഴത്തൊന്നും ആരും വരാനൊന്നും പറ്റൂല. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ഇപ്പം ഞങ്ങൾ വന്ന ആ ഒരു ഇതിലൊക്കെ വന്ന് കാണാനല്ലാതെ മഴത്തൊന്നും വരാൻ പറ്റൂല. അപ്പോൾ ഇവിടെ ഉള്ളവരാണെങ്കിൽ അവിടെ മഴ ആയാലും വെയിലായാലും വെയിലൊന്നും ഒരു വിഷയമല്ല. എല്ലാവരും ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ പോവും. അങ്ങനത്തെ സംഭവമാണ് ബീച്ച്. അപ്പോൾ വണ്ടിൻ്റെ ഒരു ഒച്ച ബീച്ചിൽ വന്നാൽ നമ്മൾ മഴ വെയിലൊന്നും നമ്മൾ നോക്കൂല, നമ്മൾ എൻജോയ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബീച്ചിൻ്റെ ഒക്കെ ഒരു അവസ്ഥ. അപ്പോൾ മാക്സിമം ഞങ്ങൾ ഒരുവിധമൊക്കെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറേ അപ്പുറത്തൊക്കെ പോയിട്ട് ഇപ്പോൾ ബീച്ചിൽ ഒരുപാട് ഇതുണ്ട്. കുട്ടികൾക്ക് പറ്റിയ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. കാരണം മഴ ആയ കാരണം നമുക്ക് പറ്റിയില്ല. എന്നാലും മാക്സിമം ഞങ്ങൾ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തിരുത്തി ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഗായ്സ് ഞങ്ങൾ നെയ്യൊക്കെ വാങ്ങി, എന്ത് വാങ്ങി, സവർജല്ലി. അപ്പോൾ ഗായ്സ് ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ വെറുതെ എന്തൊക്കെ ഇതൊക്കെ ഉണ്ട്. വേണ്ടിയിട്ടില്ല അല്ല, എന്നാലും വെറുതെ വാങ്ങി. നിങ്ങളോട് ചോദിച്ച് വേണോന്ന്. അപ്പോൾ ഇവർക്കും വേണ്ടാന്ന്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല. അവളൊരു നെല്ലിക്ക് ഞാനൊരു സൗണ്ടിലും പിന്നെ തേനാറും വാങ്ങി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് സൗണ്ടിലും. നെല്ലിക്ക് എങ്ങനെ ഉണ്ട്? രസമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വാങ്ങി ഗായ്സ്. അതെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഞാൻ നിൽക്കുകയാണ്. തിരക്കൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു. മോൻ വന്നിട്ടില്ല, മോനിപ്പോൾ വരും. അവനെ വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ. അപ്പോൾ നേരത്തേക്കായി ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ നമുക്ക് പറ്റിയ മണിയിലൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പം ഇനി നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് ഞങ്ങൾ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യണം കേട്ടോ. വീഡിയോസ് പുതിയതായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസുകളൊക്കെ കാണണം. അപ്പം ഞങ്ങൾ മാക്സിമം ഇവിടെയുള്ള ഓരോ സംഗതികളൊക്കെ ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല, മഴ ആയ കാരണം. ഒരുപാടൊന്നും എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. മഴ ആയ കാരണം 2-3 പ്രാവശ്യം ഞങ്ങൾ ഇറങ്ങി, മഴ ആയിട്ട് വീണ്ടും കയറി, മഴ ആയിട്ട് പിന്നെ ഇറങ്ങുക ഇങ്ങനെ ഞങ്ങൾ 3-4 പ്രാവശ്യം ഞങ്ങൾ കളിച്ച്. അപ്പോൾ അതിൽ പറ്റാവുന്നതൊക്കെ ഞങ്ങൾ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സ്റ്റെപ്പ് വരുന്നുണ്ട്. ഞങ്ങൾ പോവാനായി ഒരുപാട് സമയമായില്ല. അപ്പോൾ സ്റ്റെപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ചൊക്കെ വന്ന്, പിന്നെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞപ്പോൾ ഒത്തിരി പഴുപ്പുണ്ട് പറഞ്ഞപ്പോൾ അത് മരുന്ന് എത്തിച്ചാൽ മാറണ കേസുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മരുന്നൊക്കെ എത്തിക്കാൻ തന്നിക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ബീച്ചിലൊക്കെ ഇരുന്ന് ഇപ്പം ഞങ്ങൾ അവിടെ ആക്കി തന്നിട്ട് പോയതായിരുന്നു. പിന്നെ അവൻ്റെ പണി കഴിയണമെങ്കിൽ 5 മണി 5:30 അവന് ഓഫീസിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ അതുവരെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വണ്ടിയിലിരിക്കും കുറേ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങും. അങ്ങനെ പിന്നെ എന്താ പറയുക, മഴ ആകുമ്പോൾ വണ്ടിയിലേക്ക് കയറും. അവിടെ കിട്ടുന്ന മാതിരിയൊക്കെ ഞങ്ങൾ ബ്ലോഗ് വെക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ എന്താ ചെയ്യുക, ഇന്നത്തെ ഒരു ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് പോയി. അപ്പോൾ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഞങ്ങളെ എന്താ പറയുക വീഡിയോയിൽ കുറേയൊക്കെ ഞങ്ങൾ പറ്റാവുന്ന കാര്യങ്ങൾ മഴ ആയ കാരണം കുറേയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ എന്താ പറയുക മഴ ആയ കാരണം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് മുന്നിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിട്ടിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ എടുത്തിട്ടില്ല, കാരണം മഴയാണ്, ഭയങ്കര തിരക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. അതുകൊണ്ട് അത് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് നമ്മൾ അങ്ങനെ ആയിരുന്നു. പുറത്തൊക്കെ ആയി ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നലെ തിരിച്ച് വരുമ്പോൾ രാത്രി 7 മണിയായിരിക്കും. എന്നിട്ടാണ് രാത്രിത്തെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പറയാൻ പറ്റാത്തത്ര നന്ദിയുണ്ട്. ഇനിയും നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണണം, അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ. കണ്ടാൽ മാത്രം പോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ബൈ. അസ്സലാമു അലൈക്കും.